കണ്ണടച്ചു തുറന്നപ്പോൾ കോടിപതിയായ ഒരു മലയാളിയുണ്ട് ദുബായിൽ. താൻ പോലും അറിയാതെ 1 ബില്യൺ ദിർഹമിനടുത്ത് ഏകദേശം 2000 കോടിയോളം രൂപ തന്റെ അക്കൗണ്ടിലേക്ക് വന്ന കോഴിക്കോട് സ്വദേശിയായ യാസിൻ ഉണ്ട് ഇന്ന് എന്നോടൊപ്പം. യാസിൻ, എന്താണ് ശരിക്കും സംഭവിച്ചത്? കോടികൾ ഇങ്ങനെ അക്കൗണ്ടിൽ കണ്ടപ്പോൾ എന്തായിരുന്നു ഫസ്റ്റ് ഒരു എക്സ്പ്രഷൻ? ഫസ്റ്റ് ഞാൻ സന്തോഷിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ ഞാനത് ആശങ്കയായിരുന്നു എനിക്ക്. കാരണം എന്താ വെച്ചാൽ ഈ അക്കൗണ്ടിൽ എൻ്റെ ഓൾറെഡി 15000 ദിർഹംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഹാക്ക് ചെയ്ത് പോകാന്നുള്ള കാരണം ഒരുപാട് എൻ്റെ ഫ്രണ്ട്സുകളെ എമൗണ്ടുകൾ അങ്ങനെ ഹാക്ക് ചെയ്ത് പോയിട്ടുണ്ട് അക്കൗണ്ടിൽ നിന്ന്. ആ ഒരു ഭയം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ എമറേസ് അപ്ഡേറ്റ് ചെയ്യേണ്ട ഭാഗമായിട്ട് ബാങ്കിൽ പോയതായിരുന്നു. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ കൊടുത്തതിന് ശേഷം അവിടുന്ന് ഈ 24 hour ആണ് പ്രോസസ്സിങ് നടക്കണമെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ഫ്രണ്ട്സുകൾ പറഞ്ഞു അത് 3 hour കൊണ്ട് തന്നെ ചിലപ്പോൾ അത് ആക്റ്റീവ് ആവുന്നുണ്ട്. അങ്ങനെ ആക്റ്റീവ് ആകാൻ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുത്തെ ATM കാർഡിൽ അക്കൗണ്ടിൽ കാർഡ് ഇട്ട് പരിശോധിച്ച് നോക്കുമ്പോഴാണ് ഇത്രയും വലിയൊരു എമൗണ്ട് അതിൻ്റെ അകത്ത് കണ്ടത്. അപ്പോൾ ആ എമൗണ്ട് കണ്ടപാടെ തന്നെ എനിക്ക് തന്നെ ഒരു കൺഫേം ആയില്ല എത്രയും എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ വരും എന്നുള്ളത്. അപ്പോൾ നമുക്കൊക്കെ സാധാരണക്കാരൻ ആൾക്കാരായ കൊണ്ട് അക്കൗണ്ട് ഇത്രയും വലിയ എമൗണ്ട് വരാനൊന്നുമില്ല. അങ്ങനെ ആ അക്കൗണ്ട് പരിശോധിക്കുക ഞങ്ങൾക്ക് സംശയം കൊണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഞാനത് അയച്ചു കൊടുത്തു. അങ്ങനെ ഞാൻ ആ പിറ്റേ ദിവസം തന്നെ ബാങ്കുകാരായിട്ട് ബന്ധപ്പെട്ട് ബാങ്കിൽ പോയി. ബാങ്കിൽ പോയതിന് ശേഷം ബാങ്കുകാർ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങളുടെ അക്കൗണ്ട് പഴയപടിയാവും, ഈ എമൗണ്ട് വിഡ്രോ ചെയ്തിട്ട് പഴയപടിയാവും പറഞ്ഞിട്ട് ഒരുപാട് ഫോമുകൾ തന്നു. എനിക്ക് ഒരു ബുക്കിൽ ഒരു 4-5 പേജുള്ള ഫോമുകൾ തന്നു. ആ ഫോം ഞാൻ ഫില്ല് ചെയ്തു. പിന്നെ PDF ഫയലാക്കിയിട്ട് ഒരു മെയിൽ ID തന്നു. ആ മെയിൽ IDയിൽ ഞാൻ അയച്ചു കൊടുത്തു. അപ്പോൾ ഈ ബാങ്കിൽ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്? എന്തെങ്കിലും തരത്തിലുള്ള പ്രിക്കോഷൻസ് സ്വീകരിക്കുന്നതിനെ പറ്റിയോ അങ്ങനെന്തെങ്കിലുമൊക്കെ പറഞ്ഞോ? അതെ, അവർ മെയിനായിട്ട് പറഞ്ഞത് എന്താ വെച്ചാൽ അത് പബ്ലിക്കിന് ഒരു അവയർനെസ് ആണ്. കാരണം എന്താ വെച്ചാൽ ബാങ്കിൽ നമുക്ക് അനോണിമസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു 100-200 ദിർഹംസ് ബാങ്കിൽ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ബാങ്കിന് ഇൻഫോം ചെയ്യണം. കാരണം ഒരുപാട് ട്രാൻസാക്ഷൻ നടത്തുന്ന കമ്പനികളുണ്ട് ഇവിടെ അക്കൗണ്ട് വഴി. അപ്പോൾ ആ ട്രാൻസാക്ഷൻ നടത്തുന്ന കമ്പനി വഴിയിൽ ഏതെങ്കിലും ഒരു ഫ്രോഡ് അക്കൗണ്ടിൽ നിന്ന് 100-200 ദിർഹംസോ വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലായിട്ട് ബാങ്കുകാർ അത് ഫ്രീസ് ചെയ്യും. ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരു 2 ആഴ്ച 3 ആഴ്ച വർക്കിംഗ് ഡേ വേണം ഇത് ഓപ്പൺ ആവണമെങ്കിൽ. ആ ഓപ്പൺ ആവിൻ്റെ ഇടയിൽ ചെക്ക് കാര്യങ്ങൾ ട്രാൻസാക്ഷൻ നടത്തുന്ന വലിയ കമ്പനികളാണെന്ന് വെച്ചാൽ ആ കമ്പനി പൂട്ടിപ്പോകാൻ ഒരു നിമിഷങ്ങൾ മാത്രം മതി. പിന്നെ അതുമാത്രമല്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നല്ല സ്കാമിങ് നടക്കുന്നുണ്ട്. കാരണം നമ്മൾ എത്തിസലാത്ത് അതുപോലത്തെ സിമ്മുകൾ നമ്മൾ ആക്റ്റീവ് ചെയ്യുമ്പോൾ നമ്മളത് ആ OTP വരും. ആ OTP നമ്മൾ വായിച്ച് നോക്കാതെ ഒറ്റയടിക്ക് നമ്മൾ അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ USD അല്ലെങ്കിൽ പൗണ്ട് ആ ലെവലിലാണ് ആ OTP വരുന്നത്. അതിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ടിലുള്ള ബാലൻസിൽ എത്രയുണ്ടോ ആ ബാലൻസ് അത്രയും അവർ ഹാക്ക് ചെയ്ത് പോകും. പോരാത്തതിന് അക്കൗണ്ട് നമ്മൾ എന്ത് ഓൺലൈൻ പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ആ അക്കൗണ്ടിൽ കൂടുതൽ എമൗണ്ട് വെക്കരുത്. നമ്മൾ ആ പർച്ചേസ് ചെയ്യാൻ മാത്രം വേണ്ടിയിട്ടുള്ള എമൗണ്ട് ബാലൻസ് ആയി വെക്കുക. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മുടെ അക്കൗണ്ടിൽ നമ്മളറിയാതെ ഒരു 100 ദിർഹംസ് ആണ് വരുന്നതെങ്കിൽ പോലും അത് എത്രയും പെട്ടെന്ന് അധികൃതരെ അറിയിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ 2000 കോടി ദിർഹംസ് വന്നു, അത് അതേപോലെ പോകാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്.